ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മുടെ ഹൈ റേഞ്ചിൽ നല്ല കൊടും ചൂടിൽ നിൽക്കുന്ന സമയത്ത് നല്ല പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. എല്ലായിടത്തും മഴ കിട്ടിയോ? ഇവിടെ നല്ല മഴയാണ്. നമുക്ക് ഇന്ന് നത്തോലിയും അയലക്കണ്ണിയും കിട്ടിയിട്ടുണ്ട്. നത്തോലി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നത്തോലി എന്നും പറയും, കൊഴുവ എന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ പറയുന്നത്. അവിടെ പറയുന്ന പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നത്തോലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വറുക്കുകയും നത്തോലി പീര വെക്കാം. ഇന്ന് നമുക്ക് നത്തോലി പീര വെക്കാം. നത്തോലി ഒന്ന് ഞാൻ നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുക്കട്ടെ. നത്തോലി വെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഉളുമ്പ് കളയാനായിട്ട് അതിൻ്റെ മണമൊക്കെ മാറാനായിട്ട് ഉപ്പും നാരങ്ങാനീരും ചേർത്ത് നല്ലപോലെ ഞാൻ കഴുകാറുണ്ട്. നിങ്ങളും അങ്ങനെയാണോ ചെയ്യുന്നത്? നല്ല വൃത്തിയായിട്ട് നമുക്ക് നത്തോലി ഒന്ന് കഴുകിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് നത്തോലി മീൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നത്തോലി പീര വെക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് പുളി വേണം. പുളി ആവശ്യമായ കുടംപുളി നേരത്തെ ശകലം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിരാനിടാം. അതിനുശേഷം കുറച്ച് കുഞ്ഞുള്ളിയാണ് ഞാൻ എടുക്കാറുള്ളത്. എപ്പോഴും പീര വെക്കാൻ നേരം കുഞ്ഞുള്ളി എടുക്കാറുണ്ട്. ആവശ്യത്തിന് കുഞ്ഞുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ് എടുക്കാറുള്ളത്. ഇഞ്ചി ഞാൻ ചതച്ച് മാറ്റി വെക്കുവേ. ഇഞ്ചി ചതച്ചിടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം പെട്ടെന്ന് കറിയിലേക്ക് പിടിക്കും. നമ്മുടെ നത്തോലി മീനിലെല്ലാം പെട്ടെന്ന് പിടിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ആവശ്യമായ തേങ്ങയും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുക്കണം. ഒത്തിരി ചതഞ്ഞ് മിക്സിക്കകത്ത് എടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് അടിച്ചു പോയാൽ ആ ടേസ്റ്റ് അത്ര കിട്ടത്തില്ല. പക്ഷെ പീര ജസ്റ്റ് ഒന്ന് ചതയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കറിക്ക്. അപ്പം ഞാൻ എപ്പോഴും ഈ കല്ലിൽ ഇങ്ങനെ ചതച്ചാണ് കറി വെക്കാറുള്ളത് പീരയൊക്കെ വയ്ക്കുമ്പോൾ. അപ്പം ആവശ്യമായ തേങ്ങയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഞാനൊന്ന് ചതച്ചെടുക്കാം നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമായ രീതിയിൽ. മല്ലിപ്പൊടി എല്ലാവരും മല്ലിപ്പൊടി ഇടാറില്ല. കുറച്ച് പേര് മല്ലിപ്പൊടി ഇടാറുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഇടാറുണ്ട്. അതിന് മല്ലിപ്പൊടി ഇട്ട് വെക്കുമ്പോൾ എനിക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആവശ്യമായ കടുകിടാം. ഇതിന് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാറുണ്ട് മീൻ കറിക്ക്. ഉലുവ ചേർത്ത് നല്ലതായിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പം കറിക്ക് നല്ല മണമൊക്കെ വരും. നമുക്ക് ആവശ്യമായ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയുടെ എത്രത്തോളം മീനുണ്ടോ അതിനാവശ്യമായിട്ട് വേണം എണ്ണയും കടുകും ഉലുവ എല്ലാം ചേർക്കാനായിട്ട്. പിന്നെ കറിവേപ്പില ഇടാം. നന്നായിട്ട് കടുകെല്ലാം പൊട്ടണം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി പൊളിച്ചതും ഇഞ്ചിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മുളകൊക്കെ ആവശ്യത്തിനിടാം. പച്ചമുളകിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചതച്ചിടുന്നതും ഇതിന് നല്ലതാണ്. കുറച്ചുകൂടെ നല്ല എരിവ് പീരയ്ക്ക് നിൽക്കുന്നത് എപ്പോഴും പുളിയെല്ലാം പിടിച്ച് കഴിയുമ്പം നമ്മുടെ പീരയിലേക്കെല്ലാം പിടിച്ച് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പാകത്തിന് ഒരു ശകലം ഉപ്പ് കൂടെ ചേർത്ത് ഈ ഉള്ളിക്കും മുളകിനും വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റണം. ഒരുപാട് അങ്ങ് വഴറ്റണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഈ ഉള്ളി വഴറ്റിയിലേക്കിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഒന്ന് ഇളക്കി ആ പീരയുടെ കുറച്ച് പച്ചമണം മാറുന്നത്, അതായത് മല്ലിയും കൂടി ഇട്ടാണല്ലോ ഈ പീര ചതച്ച് വെച്ചിരിക്കുന്നത്, ആ ഒരു പച്ച മണം ഒന്ന് മാറുന്നിടം വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പുളി കുതിരാനിട്ടിട്ടുണ്ട് വെള്ളത്തിൽ, അത് ഈ പീരയിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
പിന്നെ നമ്മുടെ നത്തോലി മീൻ വേകാൻ ആവശ്യമായ വെള്ളം, ഒരുപാട് വെള്ളമായ ആവശ്യമില്ല. ഇത് വേകാനുള്ള ഒരു നികന്ന അളവിന് ഒരു ചെറിയ 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പുമിട്ട്, അതായത് മീൻ കഷ്ണത്തിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പുമിട്ട് ഇത് നല്ല പോലെ തിളയ്ക്കണം. അരപ്പ് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടാവുള്ളൂ. മീൻ നേരത്തെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ഉളുമ്പ് ഈ പീരയിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു വേറൊരു മീനിൻ്റെ ഉളുമ്പ് മുന്നിട്ട് നിൽക്കും. അപ്പം മീൻ പീരയ്ക്ക് ആദ്യം ആവശ്യമായ അരപ്പ് ചേർത്ത് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ അതിലിടുന്നതായിരിക്കും അനുയോജ്യം. മീൻപീര മീനിൻ്റെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മീൻ കഷ്ണങ്ങൾ നമുക്ക് മീൻപീരയിലേക്ക് ചേർക്കാം. കഷ്ണങ്ങൾ പതിയെ ഇട്ടതിന് ശേഷം പതിയെ തവി കൊണ്ട് ആ പീരയെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചാൽ മാത്രം മതി. ഒത്തിരി ഇട്ട് നമ്മൾ ഇളക്കണ്ട. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ മീൻപീരയുടെ ഈ വെള്ളമെല്ലാം, അതിനകത്തുള്ള വെള്ളമെല്ലാം പറ്റി തോർന്ന് വരുന്ന സമയത്ത് മീൻ പാകത്തിന് വെന്തിരിക്കും. നോക്കിക്കേ, മീൻ പീരയുടെ വെള്ളമെല്ലാം പറ്റി പുളിയെല്ലാം നല്ലപോലെ ആയി, മീൻ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. മീൻ പീര കൂട്ടി നല്ല ചൂട് ചോറും, പുറത്ത് നല്ല മഴയാണ്, മീൻ പീര കൂട്ടി നല്ല ചൂട് ചോറൊക്കെ കഴിച്ച്